എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 30 സെപ്റ്റംബർ തിങ്കളാഴ്ച. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി പ്രകാരം മാർക്കറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഇൻ്റർനാഷണൽ ഇഷ്യൂസ് കാരണം നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആവാം എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കില്ല. നിഫ്റ്റി 50 6 ദിവസത്തെ പോസിറ്റീവിന് ശേഷവും സെൻസെക്സ് 2 ദിവസത്തെ പോസിറ്റീവിന് ശേഷവും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 37 പോയിൻറ്റ് ഡൗൺ ആയി 26,178 സെൻസെക്സ് 264.27 പോയിൻറ്റ് ഡൗൺ ആയതിനു ശേഷം 85,571 ക്ലോസ് ചെയ്തത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുമ്പോൾ ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സായാണ് മാറിയത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 1,209 കോടിക്ക് ഓഫ്ലോഡ് ചെയ്തു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ബയേഴ്സ് ആയിരുന്നു. 6,887 കോടിക്ക് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ വാർത്തയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി BSE. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്ടോബർ 1 മുതൽ സെൻസെക്സ് ഓപ്ഷൻ ട്രേഡിൻ്റെ ഫീസ് 3,250 പെർ ക്രോറായും ബാങ്കെക്സ് ഓപ്ഷൻ ട്രേഡ് 3,250 പെർ ക്രോറായും റിവൈസ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്ക് 7,000 കോടി എയിം ചെയ്തിട്ടുള്ള ഒരു QIP 5,000 crore റേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇതിനുവേണ്ടി 48.2 കോടി ഷെയർ 103.75 എന്ന നിരക്കിലാണ് അലോട്ട് ചെയ്തത്. അതിൽ തന്നെ സിറ്റി ഗ്രൂപ്പ്, ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസ്, SBI കോൺട്രാ ഫണ്ട്, മോർഗൻ സ്റ്റാൻലി, ഗോൾഡ്മാൻ സാക്സ് എന്നീ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് NHPC ആന്ധ്രാപ്രദേശ് പവർ ജനറേഷൻ കോർപ്പറേഷനുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ സൈൻ ചെയ്തിട്ടുണ്ട്. പംപ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ പവർ പ്രൊജക്റ്റിനും റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റിനും വേണ്ടി ആന്ധ്രാപ്രദേശിലേക്കാണ് ഇവർ ഈ ജോയിൻറ്റ് വെഞ്ചർ സൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് വെൽസ്പൺ എൻ്റർപ്രൈസസ് മുംബൈയിലെ വാട്ടർ ടണൽ പ്രൊജക്റ്റ് ഏകദേശം 1,990 കോടി വാല്യൂ ഉള്ള വാട്ടർ ടണൽ പ്രൊജക്റ്റിൻ്റെ L1 ബിഡർ, അതായത് ലോവസ്റ്റ് ബിഡർ ആയിട്ടുണ്ട്. ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനുമായിട്ടുള്ള ബിഡിങ്ങിലാണ് വെൽസ്പൺ എൻ്റർപ്രൈസസ് ലോവസ്റ്റ് ബിഡറായി മാറിയിട്ടുള്ളത്. അടുത്തതായി മാംഗ്ലൂർ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഈ കമ്പനി അമോണിയ ആൻഡ് യൂറിയ പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ഷൻ റെസ്യൂം ചെയ്തിട്ടുണ്ട്. അടുത്തത് LTI മൈൻട്രി UK റീറ്റെയിലർ കറീസുമായിട്ട് റീറ്റെയിൽ IT സൊല്യൂഷൻസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള പാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് BEL ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായിട്ട് 40-60 ജോയിൻറ്റ് വെഞ്ചറിൽ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം നിർമ്മിക്കാനുള്ള എഗ്രിമെൻറ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തത് അദാനി ഗ്രീൻ എനർജിയാണ്. അദാനി ഗ്രീൻ എനർജി ബിസിനസ് ട്രാൻസ്ഫർ എഗ്രിമെൻറ്റ് ഒപ്പിട്ടിട്ടുണ്ട് നോർത്ത് മഹാരാഷ്ട്ര പവർ എന്ന കമ്പനിയായിട്ടാണ്. അടുത്തത് ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് 361 കോടിയുടെ ഒരു ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസിന് ഇതേപോലെ തന്നെ 1,388 കോടിയുടെ ടാക്സ് ഡിമാൻഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് സൈഡസ് ലൈഫാണ്. സൈഡസ് ലൈഫിന് US FDA അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. മെറ്റാസ്റ്റാറ്റിക് കാസ്ട്രേഷൻ റെസിസ്റ്റൻറ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള എൻസാലുറ്റമൈഡ് ക്യാപ്സ്യൂൾസിന് വേണ്ടിയിട്ടുള്ള അപ്രൂവലാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തതായി ബയോകോണിലുള്ള US FDA ഇൻസ്പെക്ഷൻ ബാംഗ്ലൂരിലെ API ഫെസിലിറ്റിയിൽ 4 ഒബ്സർവേഷൻസ് കണ്ടതായിട്ട് ന്യൂസുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. അടുത്തതായി IPO ഓഫറിങ്ങിലോട്ട് പോകാം. ആദ്യമായി KNR ഹീറ്റ് എക്സ്ചേഞ്ച് ആൻഡ് റെഫ്രിജറേറ്റർ ഈ പബ്ലിക് ഇഷ്യൂ 214.42 ടൈംസ് ഫൈനൽ ഡേയിൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ലൊരു സബ്സ്ക്രിപ്ഷനാണ് ഈ കമ്പനിക്ക് വന്നിരിക്കുന്നത്. അടുത്തതായി ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് 27.19 ടൈംസ് സെക്കൻഡ് ഡേയിൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ KNR ഹീറ്റ് എക്സ്ചേഞ്ചിൽ നമുക്ക് നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് US ഫെഡ് ചെയർമാൻ പവലിൻ്റെ സ്പീച്ച് ഉണ്ടെന്ന്. ഇൻ്റർനാഷണൽ ന്യൂസ് നോക്കുമ്പോൾ ജപ്പാൻ ഡിക്ലൈനിലാണ് കാണിക്കുന്നത്. ഫ്യൂച്ചർ കോൺട്രാക്ട്സ് റേറ്റ് ഹൈക്ക് വറിയുണ്ട് ജപ്പാനിൽ, അതാണ് പ്രധാനപ്പെട്ട കാരണം. ജപ്പാൻ്റെ ബെഞ്ച് നിക്കൈ 225 4% ഡൗൺ ആയിരുന്നു. അതിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് 6% പോസ്റ്റ് മാർക്കറ്റ് അവറിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. US സ്റ്റോക്കുകൾ 3rd കോൺസിക്യൂട്ടീവ് വീക്കായിട്ട് ഹൈയിലാണ്. പക്ഷേ ഫ്രൈഡേ ചെറിയൊരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇന്ന് വെയിറ്റ് ചെയ്യാം. എന്താണ് വരാൻ പോകുന്നത്, മിഡിൽ ഈസ്റ്റ് ഇഷ്യൂസൊക്കെ ഏത് ലെവലിലേക്ക് പോകുന്നുള്ള കാര്യം നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.